ഹലോ നമസ്കാരം. അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചാടിയിരിക്കുകയാണ്. അങ്ങ് പാലക്കാട് സരിനും ചാടിയിട്ടുണ്ട്. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പൊതുജനങ്ങൾ കണ്ടുമെടുത്ത കാഴ്ചകളാണ്. ഇനിയും കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനും ഒരു ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ വ്യക്തിയാണ്. ഇനി ബിസിനസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമുണ്ട്. അതെന്ന് എപ്പോൾ എന്നെല്ലാം പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാലവും സമയവും ഒക്കെ എന്നെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനലിലൂടെ ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൂടാ, ഒരുവിധം ആളുകൾക്കെല്ലാം താല്പര്യമുള്ള ഒരു സംഗതിയാണ് ബിസിനസ്. ഞാൻ പരിചയപ്പെടുന്ന പലരോടും ചോദിക്കുമ്പോഴെല്ലാം അവർ പറയും, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന, വർഷങ്ങളായി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന പലരുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് പൊളിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ചിലരെല്ലാം അത് നടപ്പിലാക്കുകയും ചെയ്യും. ചിലർ സക്സസ് ആവും, ചിലർ ഫെയിലിയർ ആവും. അതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. മറ്റു ജില്ലക്കാരെ അപേക്ഷിച്ച് തൃശ്ശൂർക്കാർ കൂടുതൽ ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണെന്ന് തോന്നിയിട്ടുണ്ട്. ബിസിനസ് ചെയ്യാൻ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. പല യാത്രകളിലും സ്ഥിരമായി കേൾക്കാറുള്ള ചോദ്യമാണ് ഒരാൾ മറ്റൊരാളോട്, എന്താ പരിപാടി, അതായത് ഇപ്പോഴെന്താണ് ബിസിനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യകർത്താവിനറിയാം തൻ്റെ മുന്നിലുള്ള സുഹൃത്ത് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ വ്യാപൃതനായിരിക്കുകയാണെന്ന്. കാരണം പല ബിസിനസ്സുകളും ഈ പുള്ളി ചെയ്യുന്നത് ഈ ചോദ്യകർത്താവ് കണ്ടിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞ് നിർത്തി വീണ്ടും മറ്റൊന്ന് തുടങ്ങും. അങ്ങനെ ഒരു ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതൊരു പക്ഷേ സ്ഥലക്കച്ചവടമാകാം, അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടമാകാം, എന്തെങ്കിലും ഏജൻസി ആവാം, കോഴി കച്ചവടമാകാം, എന്തുമാവാം. ഒരുപക്ഷെ തൃശ്ശൂർക്കാർക്ക് ഇത്രയധികം ബിസിനസ്സിൽ താല്പര്യമുണ്ടാവാൻ കാരണം തൃശ്ശൂരിൽ നിന്നുള്ള പ്രമുഖ ബിസിനസ്സുകാർ ഇന്ത്യയൊട്ടാകെയും ലോകത്തിനു മുൻപിലും സ്വന്തം മുഖമുദ്ര പതിപ്പിച്ചതുകൊണ്ടായിരിക്കാം. യൂസഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി, ഉജാല രാമചന്ദ്രൻ, ആലൂക്കാസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കല്യാണ രാമൻ, ഡോക്ടർ ഗോപാൽ, ബോച്ചെ, അങ്ങനെ ഒട്ടനവധിയുണ്ട് ഈ ലിസ്റ്റിൽ. ഇന്നിപ്പോൾ ബിസിനസ് ചെയ്യുന്ന സാഹചര്യം ഒട്ടാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് 1990കളിലോ അതോ 2000ൻ്റെ തുടക്കത്തിലോ ആയിരിക്കണം ബിസിനസ്സിന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നിരുന്നു, ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി. ഇപ്പോൾ ഇൻ്റർനെറ്റ് കൂടുതൽ മേഖലകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തുണിക്കട തന്നെ എടുക്കുക. അവർക്ക് മത്സരിക്കേണ്ടത് ഇപ്പോൾ മറ്റു തുണിക്കടക്കാരെ മാത്രമല്ല, അത് ഇൻഡിപെൻഡൻ്റായി ചെയ്യുന്ന റീൽസുകൾ ഉണ്ടാക്കി അത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിൽ കൂടെയും വിൽക്കുന്ന ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകളോടും അവർക്ക് മത്സരിക്കേണ്ടി വരും. അത് ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഗൾഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UPI സംവിധാനം ഇല്ലാത്തതുകൊണ്ടും ഗൂഗിൾ പേ ഇവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ടും അത്ര കണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പടർന്നു പന്തലിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഉണ്ട്, ഓൺലൈൻ പർച്ചേസ് ഇവിടെ വളരെ അധികം നടക്കുന്നുണ്ട്. പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതൊരു വെല്ലുവിളിയായി മാറാറുമുണ്ട്. പക്ഷേ എങ്കിലും ഇന്ത്യയിലെ പോലെ ഒരു ഡിജിറ്റൽ വിപ്ലവം ഇവിടെ ഇനിയും സംഭവിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരം ഏൽക്കാൻ പോകുന്നത്. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. ഇനി ജനുവരി 20 തോന്നുന്നു അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ് ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലായാലും ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്തികൾക്ക് വളരെയധികം മുൻഗണനയുള്ള, വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും ഒരു ബിസിനസ്സുകാരുടെ ആധിപത്യം അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് അനുകൂലമായ നയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് വേണം കരുതാൻ. ബിസിനസ്സുകാരെ മാറ്റി നിർത്തി ഒരു രാജ്യത്തിന് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മുന്നേറാൻ കഴിയില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയും വരെ ബിസിനസ്സിലൂടെയാണ് ഇന്ന് ലോകം മുഴുവൻ അവരുടെ ആധിപത്യം നിലനിർത്തിയിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ പല രാജ്യങ്ങളിലും ചെന്ന് ബിസിനസ് ചെയ്തുകൊണ്ട് അവരുടേതായ രീതിയിൽ ഒരു കടക്കെണിയിൽ കുരുക്കി ആ രാജ്യത്തെ അവരുടെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇന്ത്യയുടേതായ രീതിയിൽ പല രാജ്യങ്ങളിലും ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ ഇന്ത്യ നേരിട്ടല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ വംശജരായ പല ആളുകളും, ഇന്ത്യൻ പൗരന്മാരും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ബിസിനസ് ചെയ്ത് വളരെ സക്സസ്ഫുള്ളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇക്കാലത്ത് പക്ഷേ ബിസിനസ് ഒരു ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഫോട്ടോസ്റ്റാറ്റും അതുപോലെ തന്നെ STD ബൂത്തുകളും ഉണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ പല ബിസിനസ്സുകളും ഇന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു മെത്തേഡിൽ, ആ ഒരു രൂപഭാവങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. പലരും പല ആപ്പിൽ കൂടെയും പർച്ചേസ് ചെയ്യുകയും അതുപോലെ തന്നെ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്നിപ്പോൾ കാണാൻ കഴിയുന്നത്. പല ട്യൂട്ടോറിയൽ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടി പലരും ഓൺലൈനിലേക്ക് മാറിയിരിക്കുകയാണ്.
അപ്പോൾ ഒരു കട അല്ലെങ്കിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ നടത്തിയിരുന്ന ട്യൂട്ടോറിയൽ കോളേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ കോളേജുകൾ വരെ ചില പ്രൊഫഷണൽ, എല്ലാതും പറ്റില്ല, ചില പ്രൊഫഷണൽ കോളേജുകൾ ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായി അങ്ങനെ ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഓൺലൈൻ വഴി ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അതിനൊപ്പം നമ്മൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കടയാണ്, ഒരു സ്റ്റേഷനറി കടയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇനിയുള്ള കാലത്ത് വേണ്ടി വന്നേക്കും എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ കടയിൽ വിൽക്കുന്ന പല സാധനങ്ങളും വസ്തുക്കളും ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് ഒരുത്തൻ ഇരുന്ന് ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തോ വിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, ഓൺലൈൻ വ്യാപാരത്തിലൂടെ നമുക്ക് സാധിക്കുന്നത് ലോകം മുഴുവൻ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഇന്ത്യയിലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വിൽക്കാനുള്ളൊരു സാധ്യത ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇന്ന് ഈ പുതിയ യുഗത്തിൻ്റെ ഒരു അനുഗ്രഹം ആണെന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ പുതിയ മെത്തേഡുകൾ നമ്മൾ സ്വീകരിച്ചേ മതിയാവും. അപ്പോൾ ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.